ഈ കഴിഞ്ഞ ദിവസം വേൾഡ് ബാങ്ക് ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തിരുന്നു. കണക്ക് പ്രകാരം 2011-12 34 കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിലുണ്ടായിരുന്നത്. അതായത് അന്നത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 121 കോടി ജനങ്ങൾ. അതിൽ 34 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നു. അതായത് ജനസംഖ്യയുടെ 27% ദാരിദ്ര്യത്തിലായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അത് 2022-23 10 വർഷം ഇപ്പുറത്തോട്ട് വരുമ്പോൾ 34 കോടിയിൽ നിന്നും വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പെർസെൻറ്റേജിൽ കണക്ക് പറയുകയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്നത് 27% ആണെങ്കിൽ ഇന്ന് 5.3% ആയിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോഴും നഗര-ഗ്രാമീണ മേഖലകളിലടക്കം ദാരിദ്ര്യത്തിന്റെ വൻ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം എന്നത് പ്രതിവരുമാനം $3, അത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 257 രൂപ. നേരത്തെ അത് $2.15 ആയിരുന്നു. അത് ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ ഏകദേശം 184 രൂപയായിട്ട് വരും. പണപ്പെരുപ്പത്തിന്റെ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായിട്ടും പ്രതിദിന വരുമാനത്തിൽ 257 രൂപ ആക്കിയിട്ടുള്ള കണക്കിലാണ് ഇപ്പോൾ കണക്കാക്കുന്ന 5 നമ്മുടെ 2017-20 കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ പണപ്പെരുപ്പം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് റിവൈസ് ചെയ്തിട്ട് $2.15 നിന്നും, അതായത് 184 രൂപയിൽ നിന്നും 257 എന്നുള്ള റിവൈസ്ഡ് ആയിട്ടുള്ള മാനദണ്ഡം നമ്മൾ കണക്കുകൂട്ടിയത്. അങ്ങനെ ആക്കിയിട്ട് പോലും നമ്മുടെ ആകെ ജനസംഖ്യയുടെ ദാരിദ്ര്യം 5.3% എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. അതിദാരിദ്ര്യത്തിൽ ഏറെ പേരും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനമായ UP, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ 10 വർഷം മുന്നേയുള്ള തലവേദനയായിരുന്നു ഇന്ത്യയിലെ എണ്ണം എന്നുള്ളത്. എന്നാൽ ഇന്ന് വളരെ വലിയ നേട്ടമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ദാരിദ്ര്യം കണക്കാക്കുന്ന ആളൊന്നിന് 257, അതായത് $2.57 എന്ന കണക്കിന് കണക്കാക്കപ്പെടുന്നുവെങ്കിൽ ഈ ഡെവലപ്ഡ് കൺട്രീസ് ആയുള്ള അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ മൊത്തം ഫാമിലിയിലെ അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ദാരിദ്ര്യ മാനദണ്ഡം ഉയർത്തും. ഇന്ത്യയും വികസിത രാജ്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ജീവിത ചെലവ് പോലെയല്ല വികസിത രാജ്യങ്ങളുടേത്. ഇന്ത്യയിൽ 250 രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാമെങ്കിൽ അവിടെ അത് 200 രൂപയായിരിക്കും. അത് അവർക്ക് കിട്ടുന്ന വേതനത്തിനും മാറ്റം ഉണ്ടായേക്കാം. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ദാരിദ്ര്യവും കൂടാം. നമ്മുടെ ഇന്ത്യയിൽ 100 കോടിയിൽ അധികം ജനസംഖ്യ ഉണ്ടായിരിക്കെ അതിൽ കഴിഞ്ഞ 10 വർഷം ഇടവേളയിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞ നേട്ടം മോദി സർക്കാരിന് അവകാശപ്പെട്ടതാണ്. അതേസമയം തന്നെ ഇതിന്റെ പുറകിൽ നമ്മുടെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ കണക്കെടുത്തതിന്റെ തൊട്ടു പുറകെ പാകിസ്ഥാനെ കണക്കെടുത്തിട്ട് നമ്മളുടെ വേൾഡ് ബാങ്ക്, ലോകബാങ്ക് രംഗത്തെത്തിയിരുന്നു. IMF, ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, വേൾഡ് ബാങ്ക് അടക്കമുള്ള അന്തർദേശീയ ധനസഹായം കൊണ്ട് മുന്നോട്ടു പോകുന്ന രാജ്യമായ പാകിസ്ഥാനിൽ 45% പേരും ദാരിദ്ര്യത്തിലാണെന്നുള്ള ഞെട്ടിക്കുന്ന കണക്കാണ് വേൾഡ് ബാങ്ക് പുറപ്പെട്ടത്. അതിൽ 2004-2025 ആയപ്പോഴേക്കും 19 ലക്ഷം ആളുകളും അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയെന്നും ലോകബാങ്ക് സൂചിപ്പിക്കുന്നു. പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞു നിന്നിട്ട് പോലും നമ്മളുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ഇവിടുത്തെ പോപ്പുലേഷനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു നിന്നിട്ട് പോലും അതീവ ദാരിദ്ര്യത്തിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സുസ്ഥിര വികസനത്തിനായി വാങ്ങിക്കൂട്ടുന്ന കടങ്ങൾ കാലാവധി കഴിഞ്ഞതും ചൈനയുടെ കടക്കണി തന്ത്രത്തിൽപ്പെട്ടും ഉഴയുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാൻ കൊടുംദാരിദ്ര്യത്തിന് കാരണം ഭീകരവാദവും പാകിസ്ഥാന്റെ മന്ത്രിമാരും സൈനിക മേധാവികളും സ്വിസ് അക്കൗണ്ടുകളിൽ നിറയ്ക്കുന്ന അഴിമതി തുകകളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.